എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ, എവിടെ ദൈവ മഹത്വത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടോ, there is miracles, there is supernatural. Where there the presence of God, there is liberty, there is freedom. Where there the presence of God, there is miracle, there is supernatural things will happen. ദൈവ സാന്നിധ്യം ഇവിടെ നിലകൊള്ളുന്നതിനാൽ ശരീരങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ, വാക്ചാതുര്യങ്ങൾ കൊണ്ട് ദൈവ സാന്നിധ്യം വെളിപ്പെടത്തില്ല, പ്രസംഗ ഭാഷകൾ കൊണ്ട് ദൈവ സാന്നിധ്യം വെളിപ്പെടത്തില്ല, ശുശ്രൂഷയുടെ തഴക്കവും പഴക്കവും കൊണ്ട് ദൈവ സാന്നിധ്യം വെളിപ്പെടത്തില്ല. ഒരുക്കത്തോടെ, ആത്മനിറവോടെ, കൊതിയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ദൈവവചനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുൻപ് ദൈവവചനത്തെ കുറിച്ച് ജെരമ്യ എന്ന പ്രവാചകൻ തന്റെ 5-ാം പുസ്തകത്തിന്റെ 14-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതാ, ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കി മാറ്റും. എന്റെ വചനത്തെ ഞാൻ തീയായി നിങ്ങളുടെ നടുവിലേക്ക് അയക്കുമ്പോൾ അത് കേൾക്കുന്ന ജനം ഒരു വിറകായി തീരുകയാണ്. വിറകിനകത്ത് തീ വന്നു വീണാൽ എന്ത് സംഭവിക്കും? വിറകിന് തീ പിടിക്കും. ദൈവവചനം ഒരു തീയായി, ഞാനൊരു വിറകായി മാറിയാൽ പിന്നെ അവിടെ ഒറ്റ പദമേ ഉള്ളൂ: കത്തുക. പിന്നെ അവിടെ ഒറ്റ സംഭവമേ ഉള്ളൂ: കത്തുക, ജ്വലിക്കുക. തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോ തെസ്സലോനിക്ക സഭയുടെ 2-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവരും എന്റെ കൂടെ പറഞ്ഞ്, വിശ്വസിക്കുന്നവരിൽ വചനം വ്യാപരിക്കുന്നു, വിശ്വസിക്കുന്നവരിൽ വചനം വ്യാപരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44-ാം തിരുവചനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് വായി തുറന്ന് പ്രസ്താവിക്കുമ്പോൾ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വായികൾ തുറന്ന് പറയാമോ? വചനം വിശ്വസിച്ച് കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. വചനം പറഞ്ഞേ, വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. ഒന്നും കൂടെ പറയാം: വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ മേൽ വചനം വ്യാപരിക്കും. ദൈവമേ, എന്നെ ഒരു വിറകാക്കണമേ, അവിടുത്തെ വചനം ഒരു തീയായി എന്റെ മേൽ പതിക്കണമേ. വായിക്കാം സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. Psalms 30 word 5. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. വായിച്ചായിരുന്നു ദേവദാസ്. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. For his anger, just a moment, but in his favor that is lifetime. അവന്റെ കോപം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ, it's a moment, ചില നിമിഷങ്ങളിലേക്കേ ഉള്ളൂ. But in his favor is life. Amen. That's a lifetime. Amen. ജീവകാലം മുഴുവൻ ഒരു ഭക്തൻ, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി അനുഭവിക്കേണ്ടത് ഒന്നാണ്: ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം. വായി തുറന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം. ഫേവർ ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ പ്രസാദം. വാസ്തവത്തിൽ ഈ ഒരു വിഷയം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ സത്യമായും ഇതൊരു പ്രസംഗ വിഷയമല്ല എന്നുള്ളതാണ്. ഇതൊരു ലൈഫാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഫേവർ ഈസ് ലൈഫ്. The Bible says, Psalms 30 word 5, favor is life. That is not a message. അതൊരു പ്രസംഗ വിഷയമല്ല, അതൊരു ടോപ്പിക് അല്ല. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ
വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ലൈഫാണ്, അവന്റെ ജീവിതമാണത്. ഹല്ലേലൂയ. എന്നാൽ സ്നാനം പോലെയും തിരുമേശയുടെ ശുശ്രൂഷ പോലെയും മറ്റു ചില വിഷയങ്ങൾ പോലെയും സവിസ്തരമായി വാക്യശകലങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 3 എന്ന് പറഞ്ഞ് പ്രസംഗിക്കപ്പെടുന്ന ഒരു പ്രസംഗ വിഷയമല്ല ദൈവത്തിന്റെ പ്രസാദം. അത് ഈ മനുഷ്യായുസിൽ നാം അനുഭവിക്കേണ്ടതായ ഒരു സത്യമാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ, പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ദൈവത്തിന്റെ അനുകൂലതകൾ അനുഭവിച്ച ധാരാളം വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. അവർ സാധാരണക്കാരായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അനുകൂലത, ഗോഡ്സ് ഫേവർ, അവരെ അസാധാരണമായ നിലയിലേക്ക് നയിച്ചു. അവർ നാച്ചുറൽ റിലത്തിൽ യാത്ര ചെയ്യപ്പെട്ടവരായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഫേവർ അവരെ സൂപ്പർ നാച്ചുറലിലേക്ക് സ്വിച്ച് ചെയ്തു, അവരെ ഷിഫ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഈ സന്ദേശവുമായി ഞാൻ നിൽക്കുമ്പോൾ, അല്ല, ഈ വെളിപ്പാടുമായി നിൽക്കുമ്പോൾ, വെരി സോറി, ഈ അനുഭവമായി ഞാൻ നിൽക്കുമ്പോൾ എന്റെ ആഗ്രഹം മറ്റൊന്നല്ല, ഈ ദൈവപ്രസാദം, ഈ ദൈവിക അനുകൂലത നിന്റെ ഭവനത്തിലും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് വെളിപ്പെട്ടു വരണം. പഴയ നിയമ കാലഘട്ടത്തിൽ ഞാൻ പ്രാരംഭമായി തന്നെ എടുത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സഹോദരിയെ കുറിച്ചാണ്. ആ സഹോദരിയുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഒരുപക്ഷെ കുറച്ചു പേർക്ക് അറിയാം, എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തതാണ്. പുതിയതായി വന്ന വിശ്വാസികളിൽ പലർക്കും, ഒരുപാട് തവണ ബൈബിൾ വായിച്ചവർക്കും എസ്തേർ എന്ന് പറയുന്ന സഹോദരിയുടെ ജീവചരിത്രം പഠിച്ചവർക്കും അവളെ കുറിച്ചുള്ള മെസ്സേജ് കേട്ടവർക്കും ആ എസ്തേറിനെ കുറിച്ചുള്ള ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ വളരെ വ്യക്തമാണ്. എന്നാൽ എസ്തേർ ആരായിരുന്നു? വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ. എന്നാൽ ശൂൻ രാജസന്നിധിയിൽ ബെന്യാമിനായ കീശിന്റെ മകനായ ശിമിയുടെ മകനായ യായിരിന്റെ മകൻ മൊർദെഖായി എന്ന പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. വായിച്ചോളൂ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യാവോട് കൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. എസ്തേർ എന്ന ഹദസ്സയ്ക്ക്, രണ്ടും ഒറ്റ ആളുടെ പേരാ കേട്ടോ. എസ്തേർ എന്ന് പറഞ്ഞാലും സസ എന്ന് പറഞ്ഞാലും ഒറ്റയാള് തന്നെയാണ്. ഹല്ലേലൂയ. എസ്തേറിന് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനാണ് എസ്തേർ എന്ന് പറയുന്ന ഈ പെൺകൊച്ചിനെ എടുത്തു വളർത്തിയത്. നമുക്കറിയാം, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് തന്നെ വളർത്തുവാൻ, പരിപാലിപ്പാൻ, ഉപദേശിക്കുവാൻ, പഠിപ്പിക്കുവാൻ, നയിക്കുവാൻ ഒരു വ്യക്തിത്വമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് ആ മകൾ, ആ പെൺകുട്ടി ഒരുപാട് പരിമിതികളിൽ വളരപ്പെട്ടവളാണ്. ഒരുപാട് പരിധികൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ആ കുഞ്ഞിന്റെ ലൈഫ് എത്രത്തോളം ശോകമായിരുന്നു എന്നും എത്രത്തോളം ദുഃഖകരമായിരുന്നു എന്നും എത്രത്തോളം പരിധികളും പരിമിതികളും ഉള്ളതായിരുന്നു എന്നും നിങ്ങൾക്കൊക്കെ ചിന്തിക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ. എന്നാൽ അപ്പനില്ലായിരുന്നെങ്കിലും അമ്മയില്ലായിരുന്നെങ്കിലും ഒരു മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ കുട്ടിയെ എടുത്തു വളർത്തിയതായിരുന്നെങ്കിലും എസ്തേറിന്റെ മേളിൽ മറ്റാരിലും ഇല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു: ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത. അതെവിടെയാ നമ്മൾ കാണുന്നേ? എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 16, 17 വാക്യങ്ങൾ നോക്കിയേ. എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. എല്ലാവർക്കും 17-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് and she obtained grace and favor. ഈ ഗ്രേസും ഫേവറും ട്വിൻസ് ആണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗ്രേസ്, ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യന്റെ മേളിൽ വെളിപ്പെട്ടതുപോലെ ഒരു വലിയ സംഭവം ഈ ലോകത്തിലില്ല. കാരണം കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്, കൃപയാലാണ് ഞാൻ ദൈവത്തിന്റെ പൈതലായത്. പക്ഷേ ഈ കൃപ, ഈ ഗ്രേസ് എന്ന പദത്തിന്റെ അതേ അർത്ഥം തന്നെയാണ് ഫേവറിനും. ദൈവത്തിന് എന്നോട് തോന്നിയ കൃപയാണ് ദൈവത്തിന് എന്നോടുണ്ടായ ഫേവർ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്,
എനിക്ക് കൃപ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കൃപ തോന്നുകയും എനിക്ക് ദയ തോന്നണം എന്നുള്ളവനോട് എനിക്ക് ദയ തോന്നുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലരെ വളരെ ആഴമായി ഇഷ്ടമാണ്. എന്റെ ഫേവർ പ്രത്യേകിച്ച് അവരുടെ മേളിൽ ഉണ്ട്. ഇത് തന്നെയാണ് എസ്തേറിലും ഉണ്ടായിരുന്നത്. എസ്തേറിനെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നും, അവളോട് ഫേവർ തോന്നും. എന്നാൽ അടുത്ത വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളിലും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി. അവളുടെ തലയിൽ രാജകിരീടം വെച്ച് വസ്തിക്ക് പകരം അവളെ രാജ്ഞിയാക്കി. ഇത്രയും വായിപ്പിച്ചത് ഇനി ഒരു 10-15 മിനിറ്റ് എനിക്ക് അതിൽ നിന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിയരെ, അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 8-ാം അധ്യായത്തിൽ, റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ചില ചോദ്യങ്ങൾ സഭയോട് ചോദിക്കുന്നുണ്ട്. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 31-ാം വാക്യം, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇനി ഒരു 1-2 മിനിറ്റുകൾ ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഒന്ന് കൗണ്ട് ചെയ്തോണം. പൗലോസ് ചോദിച്ച അതിപ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ. 1-ാമത്തെ ചോദ്യം പൗലോസ് ചോദിച്ചത് ഇങ്ങനെയാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. എന്താണ് അനുകൂലം? ഫേവർ. ദൈവത്തിന്റെ ഫേവർ എന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ ഒരു സഭയുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ ഒരു കുടുംബത്തിന്റെ മേലുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് പ്രതികൂലമായി ആർക്ക് എതിർത്തു നിൽക്കുവാൻ കഴിയും? ദൈവത്തിന്റെ അനുകൂലത, ദൈവം പറയുന്നു എന്റെ കരം അനുകൂലമാണെങ്കിൽ ആ കരത്തെ മടക്കുന്നവൻ ആര്? ഞാൻ പ്രവർത്തിക്കും. ആര് അത് തടുക്കും? അതിന് തന്റെ ഇടമുള്ളവനുണ്ടെങ്കിൽ ഇറങ്ങി വരാനാ ദൈവം പറയുന്നേ. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ മെസ്സേജ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചില കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, ജീവിതങ്ങളെ നോക്കി പറയട്ടെ, അപ്പൻ അനുകൂലമാണോ എന്നുള്ളതല്ല, അമ്മ അനുകൂലമാണോ എന്നുള്ളതല്ല, നാട്ടുകാരും കുടുംബക്കാരും സഭക്കാരും അനുകൂലമാണോ എന്നുള്ളതല്ല, ഏതൊക്കെയോ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങൾക്ക് അനുകൂലമാണോ എന്നുള്ളതല്ല, ഈ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യർ നിങ്ങൾക്ക് അനുകൂലമാണോ എന്നുള്ളതല്ല. ദൈവത്തിന്റെ അനുകൂലത നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് മതി സഹോദര, നീ ഒറ്റയ്ക്ക് മതി സഹോദരി. ഹല്ലേലൂയ. ഒരു സത്യം വ്യക്തമാക്കുന്നു, നിന്റെ കൂടെ 10,000 ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കരം നിനക്ക് പ്രതികൂലമാണെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ നിനക്ക് എതിരെ 10,000 പേർ പ്രതികൂലമായി നിന്നാലും ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. ഞാൻ വീണ്ടും ആരോടൊക്കെ ആവർത്തിക്കുന്നു, ഈ ലോകത്തിൽ ആരൊക്കെയോ വ്യക്തിത്വങ്ങൾ 10,000 നിന്റെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം നിന്റെ ഒപ്പമില്ലെങ്കിൽ, അവന്റെ സാന്നിധ്യം നിന്റെ ഒപ്പമില്ലെങ്കിൽ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതിലൊരു അർത്ഥവുമില്ല. പക്ഷെ ആരും എന്റെ ഒപ്പമില്ലെങ്കിലും ഒരു കാര്യം അറിയുന്നു, എന്റെ ദൈവത്തിന്റെ കരം അനുകൂലമെന്ന് ഞാൻ അറിയുകയാണ്. അതാണ് മോശ ദൈവസന്നിധാനത്തിൽ നെടുമ്പാട് വീണ് പറഞ്ഞത്, ദൈവമേ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരുന്നില്ല എങ്കിൽ നീ എന്നെ അയക്കരുത്. നിന്റെ അനുകൂലത എനിക്കില്ലെങ്കിൽ, നിന്റെ പ്രസൻസ് എന്റെ കൂടെ ഇല്ലെങ്കിൽ, നീ എന്റെ ഒപ്പമില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് തന്നെ യേശുവും പറഞ്ഞത് യോഹന്നാൻ 15:5, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അത് തന്നെയാ 127-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഞാൻ എത്ര തന്റേടിയെങ്കിലും, ഞാൻ എത്ര കഴിവുള്ളവനെങ്കിലും, ഞാൻ എത്ര ശക്തനെങ്കിലും, ഞാൻ എത്ര ആരോഗ്യമുള്ളവനെങ്കിലും, ഞാൻ എത്ര കുടുംബ പശ്ചാത്തലമുള്ളവനെങ്കിലും, ദൈവം എന്റെ കൂടെയില്ലെങ്കിൽ ഐ ആം സീറോ. പക്ഷേ ആരൊക്കെ എന്റെ കൂടില്ലെങ്കിലും ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ ആം ഹീറോ. ഐ ആം ഹീറോ ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ആത്മതലത്തിൽ ശോഭിക്കുന്ന ഒരു വ്യക്തിത്വമായി ഞാൻ മാറുകയാണ്. ആമേൻ. ഇത് സംബന്ധിച്ച് 1-ാമത്തെ ചോദ്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആ അനുകൂലതയ്ക്ക് നിങ്ങൾ ഫേവർ എന്ന് പറയണം. ദൈവത്തിന്റെ ഫേവർ എന്റെ ഒപ്പമുണ്ടെങ്കിൽ ആരെനിക്ക് പ്രതികൂലമാകും? ദൈവത്തിന്റെ അനുകൂലതയുള്ള ഒരു മനുഷ്യനെ തോൽപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ തോറ്റുപോകും എന്ന സത്യം ബ്രേക്കിംഗ് ന്യൂസായി ഇന്നത്തെ ഈ ടെലികാസ്റ്റിന്റെ അടിയിലൂടെ എഴുതി കാണിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസായി എഴുതി കാണിക്കുന്നു. ദൈവത്തിന്റെ അനുകൂലത
ഉള്ള ദൈവത്തിന്റെ ഫേവർ ഉള്ള ഒരു മനുഷ്യനെയോ, ദൈവത്തിന്റെ ഫേവർ ഉള്ള ഒരു കുടുംബത്തെയോ, ദൈവത്തിന്റെ ഫേവർ ഉള്ള ഒരു സഭയോ ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഹല്ലേലൂയ. നിന്റെ ജീവിതം പരാജയപ്പെടുമെന്ന് ഞാൻ വ്യക്തമാക്കുന്നു. കാരണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. രണ്ടാമത്തെ ചോദ്യം അപ്പോസ്തലൻ ചോദിച്ചത് എന്നാണെന്നറിയാമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? മൂന്നാമത്തെ ചോദ്യം, ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നാലാമത്തെ ചോദ്യം, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? അഞ്ചാമത്തെ ചോദ്യം എന്നാ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഓർമ്മിരിക്കുന്നത് ആര്? ഞാൻ ഈ 5 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകും. കാരണം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ മീറ്റിംഗിൽ എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ലിപ് മൂവ്മെന്റുകൾ എനിക്ക് കാണേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ലിപ് മൂവ്മെന്റുകൾ എനിക്ക് കാണേണ്ടത് ആവശ്യമാണ്. ഐ മീൻ 5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ഇവിടെ ഉള്ളവരും ഉത്തരം പറയണം, ഈ മീറ്റിംഗ് കാണുന്നവരും ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞാൽ പ്രൊമോഷൻ ഉണ്ട്. ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എംപോസിഷൻ ഇല്ല. കൃത്യമായ ആൻസർ എഴുതിയാൽ എട്ടാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലോട്ട് പോകാം. ആൻസർ പറഞ്ഞില്ലെങ്കിൽ പഴയ ക്ലാസ്സിൽ തന്നെ തുടരാം. അതിന് എത്ര പേര് ആൻസർ ചെയ്യാൻ തയ്യാറാകും? ഞാൻ ചോദിക്കുന്നു ഒന്നാമത്തെ ചോദ്യം. ആകയാൽ ദൈവം എനിക്ക് നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ, പൗലോസ് ചോദിച്ചു, ക്വസ്റ്റ്യൻ മാർക്ക് ഉൾപ്പെടെ ഉണ്ട് ബൈബിളിൽ, നിങ്ങൾ നോക്കിക്കോ, ചോദ്യചിഹ്നം ഉൾപ്പെടെ അവിടെ ഉണ്ട്. ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പറഞ്ഞേ, ആരുമില്ല. ദൈവത്തിന്റെ അനുകൂലത നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര് പ്രതികൂലമായി നിൽക്കാൻ കഴിയും? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഈ ലോകത്തിലെ ഏതെങ്കിലും മന്ത്രവാദികൾക്കോ, ആഭിചാരകനോ, ക്ഷുദ്രക്കാരനോ, തലതകർന്ന ലൂസിഫറിനോ, പൈശാചിക മണ്ഡലത്തിനോ നിനക്കെതിർ നിൽക്കാൻ കഴിയുമോ? ഈ ലോകത്തിൽ ഏതെങ്കിലും ബ്ലാക്ക് മാജിക്കുകൾക്ക് നിന്നെ തകർക്കാൻ കഴിയുമോ? ദൈവസഭയെ തകർത്തുടച്ചു കളയുവാൻ ദൈവസഭയ്ക്കെതിരെ ആഭിചാരം ചെയ്ത ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ 50,000 വെള്ളിക്കാശിന്റെ ആഭിചാര സാമഗ്രികൾ കൊണ്ടുവന്ന് കത്തിച്ച് ജീവനുള്ള ദൈവത്തെ സേവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ സാക്ഷിയായി തീർന്നതിന്റെ കാരണം ആ സഭയുടെ മേൽ ദൈവത്തിന്റെ അനുകൂലത ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ചോദ്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ രോഗകിടക്കയിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, ഒരുപക്ഷെ വിവിധ നിലകളിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. ഉള്ളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അഭിഷിക്തൻ ഉയർത്തി ചോദിക്കുന്നു, ദൈവത്തിന്റെ അനുകൂലത നിന്റെ കുടുംബത്തിൽ, നിന്റെ തറവാടിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ആർ നിനക്ക് പ്രതികൂലമാകും? രണ്ടാമത്തെ ചോദ്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ തന്റെ ഏകജാതനായ പുത്രനെ, യേശു ക്രിസ്തുവിനെ, ആ ഓമനകുമാരനെ, ഏക മകനെ, ആ ഒറ്റക്കുഞ്ഞിനെ നിനക്ക് തരുവാൻ മടിക്കാതിരുന്ന പിതാവ് അവനോട് കൂടെ സകലവും നിനക്ക് നൽകാതിരിക്കുമോ? മൂന്നാമത്തെ ചോദ്യം സ്വർഗ്ഗം ചോദിക്കുന്നു, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനെ, ദൈവം ചൂസ് ചെയ്തവനെ, ദൈവം എഴുന്നേൽപ്പിച്ചവനെ ആര് കുറ്റം ചുമത്തും? ആരൊക്കെ അവനെ കുറ്റം പറഞ്ഞാലും ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉള്ള കാലത്തോളം, ദൈവം അവനെ തിരഞ്ഞെടുത്ത കാലത്തോളം, ഇലക്ഷനിൽ തല്ല തെരഞ്ഞെടുത്തത്, വോട്ടിട്ടല്ല തെരഞ്ഞെടുത്തത്, കള്ളയോട്ട് നടത്തിയല്ല തെരഞ്ഞെടുത്തത്, സ്വർഗത്തിലെ ദൈവമാണ് അവനെ തെരഞ്ഞെടുത്തതെങ്കിൽ ആർ അവനെ കുറ്റം ചുമത്തും? നാലാമത്തെ ചോദ്യം, നീതീകരിക്കുന്നവൻ ദൈവമാണെങ്കിൽ ശിക്ഷ വിധിക്കുന്നവൻ ആര്? ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു സഹോദരിയെ, ഒരു ദൈവപൈതലിനെ സ്വർഗത്തിലെ ദൈവം നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് അവനെ ശിക്ഷിക്കുവാൻ കഴിയും? അഞ്ചാമത്തെ ചോദ്യം, ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച, ഇങ്ങനെ നമ്മൾക്ക് അനുകൂലമായിരിക്കുന്ന, ഇങ്ങനെ നമ്മളെ നീതീകരിച്ച, ഇങ്ങനെ നമ്മളെ തിരഞ്ഞെടുത്ത ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്ക് വേർപിരിക്കാൻ കഴിയും? സ്വർഗത്തിലെ മുഴുദൂതന്മാരും എഴുന്നേറ്റ് നിന്ന്, സ്വർഗത്തിലെ മുഴുദൂതന്മാരും എഴുന്നേറ്റ് നിന്ന് പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ഇവനെ നിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റണം, മാറ്റി നിർത്തുമെന്ന് പറഞ്ഞാൽ മുഴുദൂതന്മാര്, ലക്ഷോപലക്ഷം ദൂതന്മാരും ഒന്നിച്ചൊരു കോറസായി പറഞ്ഞാലും തമ്പുരാൻ പറയില്ല, അവൻ എന്റെ ചങ്കിലെ രക്തത്തിന്റെ വിലയാ, ഞാൻ അവനെ വീണ്ടെടുത്തതാ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? ഇതാണ് പ്രിയരെ, ഞാൻ ഈ 5 ചോദ്യങ്ങൾ ഇതിന്റെ ഇടയിൽ നിങ്ങളോട് ചോദിച്ചതിന്റെ കാരണം ഈ മെസ്സേജിന്റെ ഈ ഫേവർ എന്നുള്ള സബ്ജക്റ്റിന്റെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്നുള്ളത്.
മാതാപിതാക്കളില്ലാത്ത, അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത ഒരു മനുഷ്യൻ എടുത്തു വളർത്തിയ ഈ മകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒത്തിരി പരിധികളുണ്ട്, ഒത്തിരി പരിമിതികളുണ്ട്. ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയാതെ പോയ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഒരുപാട് പരിമിതികളുടെ നടുവിൽ അകപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദം വീണ്ടും ആവർത്തിക്കുന്നു: നിന്റെ പ്രതികൂലം നിന്റെ പരാജയമല്ല, നിന്റെ പ്രതികൂലം നിന്റെ പ്രൊമോഷനാണ്. ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിന്റെ പ്രതികൂലം നിന്റെ പരാജയമല്ല, നിന്റെ പ്രതികൂലം നിന്റെ പ്രൊമോഷനാണ്. ചേർന്ന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഗ്ലോറി ടു ഗോഡ് ജീസസ്. എസ്തേർ എന്ന് പറയുന്ന ഈ സഹോദരി രാജസന്നിധിയിൽ ചെന്ന് നിൽക്കുവാൻ അവൾക്കൊരു അവസരം ലഭിച്ചു. അഹശ്വേരോശ് എന്ന രാജാവ് ഈ മകളെ കാണേണ്ടതിന് രാജസന്നിധിയിൽ വന്നു. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു ചരിത്രമാണ്, ഇതൊരു സത്യമാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, രാജസന്നിധിയിൽ എസ്തേർ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യം, 2-ാം അധ്യായം, എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം, രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി. അവിടെ അവളോട് കൃപയും പക്ഷവും തോന്നി എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ആൻഡ് ഷീ ഒബ്റ്റൈൻഡ് ഗ്രേസ് ആൻഡ് ഫേവർ. ദൈവത്തിന്റെ ഫേവർ അവളുടെ മേലുള്ളതിനാൽ അവൾ എവിടെ ചെന്ന് നിന്നാലും ആ ഫേവർ അവിടെ റിലീസ് ആവും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതൊരു സന്ദേശമാണ്. ഇതിനകത്തുനിന്നൊരു വെളിപ്പാട് കർത്താവ് ചിലരെ അറിയിക്കുന്നു. ഇപ്പോ ഈ മകൾക്ക് ഫേവർ ഉണ്ടായിരിക്കുന്നത് ആരിൽ നിന്നാണ്? ഇപ്പോൾ ഈ മകൾക്ക് ഫേവർ ഉണ്ടായിരിക്കുന്നത് ഒരു രാജ്യത്തിലെ പ്രഥമ പുരുഷനിൽ നിന്നാണ്. ഇപ്പോൾ ഈ മകൾക്ക് ഫേവർ ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ ഈ മകൾക്ക് ഫേവർ വെളിപ്പെട്ടിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധ്യക്ഷനിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമ സംവിധാനങ്ങളിൽ നിന്നും ഒരു രാജ്യത്തിന്റെ തന്നെ അനുകൂലത അവളിലേക്ക് വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ലീഗൽ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ചില ഡോക്യുമെന്റുകൾ അതിനുവേണ്ടി ചലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതോറിറ്റികളിൽ നിന്ന് നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകട്ടെ. അതോറിറ്റീസിൽ നിന്ന് നിനക്ക് ദൈവത്തിന്റെ അനുകൂലത ഉണ്ടാകട്ടെ. അവൾക്ക് വെളിപ്പെട്ട ഫേവർ അതോറിറ്റിയിൽ നിന്നാണ്, അധികാരസ്ഥനിൽ നിന്നാണ്. രണ്ടാമതായി അവൻ എന്താണ്, രാജാവ് എന്താണ് അവിടെ ചെയ്തത്? അവിടെ നിലവിലൊരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിയുടെ പേര് വസ്തി എന്നാണ്. വസ്തി ഇരുന്ന കസേരയിൽ നിന്നും വസ്തിയെ മാറ്റിയിട്ട് എസ്തേറിനെ ആ കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ട് ആ രാജ്ഞിയുടെ കിരീടം അവളുടെ ശിരസിലേക്ക് എടുത്തു വെച്ചു. ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്നവർ, ഏറ്റെടുക്കുന്നവർ, ദൈവവിശ്വാസികൾ, ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്തോ ആകട്ടെ, ഒരുപക്ഷെ വീട്ടിലിട്ട ഡ്രസ്സുമായിട്ടായിരിക്കാം അവൾ അവിടെ വന്നത്, മുഷിഞ്ഞ വസ്ത്രമായിട്ടായിരിക്കാം അവൾ അവിടെ വന്നത്, അനാഥ പെൺകുട്ടിയായിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്, ആരോരുമില്ലാത്തവളായിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്, ഒത്തിരി പരിമിതികളും പരിധികളും ഉള്ളവളായിട്ടാണ് റെഡ് കാർപ്പറ്റിൽ രാജസന്നിധിയിൽ അവൾ നിൽക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഫേവർ അവളെ ഒറ്റ നിമിഷം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവളുടെ പൊസിഷൻസിനെ ചേഞ്ച് ചെയ്യുകയാണ്. പൊസിഷൻസിനെ മാത്രമാണോ? ഒരു സാധാരണ പെൺകൊച്ച് പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു രാജ്യത്തിലെ രാജ്ഞിയായി തീരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫേവറിനകത്ത് ഞാൻ കാണുന്ന ഒരു സത്യം എന്നറിയോ? അതിനപ്പുറത്ത് ഇനി ഒന്നുമില്ല കൊടുക്കാൻ. ഒരു രാജ്ഞി എന്ന് പറഞ്ഞ ആരാ? പ്രഥമ വനിത. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ആരാ? പ്രഥമ പുരുഷൻ. ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഒരു രാജ്യ സംവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ പറയത്തില്ലേ, എന്റെ ദൈവം എന്നെ മാനിച്ചു, എന്റെ ദൈവം എന്നെ മാനിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കും. പക്ഷെ എന്റെ ചോദ്യം, ഇതിനപ്പുറത്ത് എന്ത് മാന്യതയാ ദൈവത്തിന് കൊടുക്കാനുള്ളേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാക്സിമത്തിൽ, ലിമിറ്റേഷനിലും തകർച്ചയിലും പ്രതിസന്ധിയിലും കടന്നവൾ ബ്ലസ്സിങ്ങിന്റെ മാക്സിമത്തിൽ എത്തുകയാണ്. അതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല. ഏറ്റവും പരമാധികാരത്തിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠതയിലേക്ക് സ്വർഗത്തിലെ ദൈവം അവളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ ഡ്രസ് കോഡ് മാറി, ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ പൊസിഷൻ മാറി, ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ അധികാരം മാറി,
ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ വാക്കിലുള്ള അധികാരങ്ങൾ മാറി, അവളുടെ നോട്ടത്തിലുള്ള അധികാരം മാറി. ഇങ്ങോട്ട് നമ്മൾ പറയത്തില്ലേ, കർത്താവേ കർത്താവേ വന്നതുപോലെ എന്നെ വിടല്ലേ, ഒഴിഞ്ഞ കയ്യാനായിട്ട് ഞാൻ വന്നു, നിറഞ്ഞവനായിട്ട് എന്നെ അയക്കണേ എന്നൊക്കെ വലിയ പ്രാർത്ഥനയാണല്ലോ. അതല്ലേ ഇവിടെ കണ്ടത്? ആരും മിണ്ടാത്തേന. ഹല്ലേലൂയ. ഒഴിഞ്ഞവളായിട്ട് വന്നു, നിറഞ്ഞവളായിട്ട് വിടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമല്ലോ. അതല്ലേ സംഭവിച്ചത്? ഒരു പ്രതീക്ഷയില്ലാതെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ പൊസിഷൻ മാറുന്നു, അവളുടെ ഗ്രേഡ് ചേഞ്ച് ആകുന്നു, ഡ്രസ് കോഡ് ചേഞ്ച് ആകുന്നു, അവളുടെ ജീവിത നിലവാരം മുഴുവൻ മാറ്റപ്പെടുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവത്തിന്റെ ഫേവറിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? എഫർട്ട്ലെസ് ആണത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദൈവത്തിന്റെ ഫേവർ ഒരു മനുഷ്യനിലോ ഒരു വിശ്വാസിയിലോ ഒരു വ്യക്തിയിലോ ഉണ്ടെങ്കിൽ അവനൊന്നും കഷ്ടപ്പെടേണ്ടി വരികയില്ല. ഞാൻ ഉറപ്പായും അനുഭവത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും പറയുന്നേ, ഒരിടത്തും ഏറ്റെടുക്കണ്ട, ഞാൻ സ്വീകരിക്കുന്നു, ഐ റിസീവ് ഇറ്റ്. ഒരിടത്തും നീ സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. കാരണം യഹോവ നിനക്ക് മുൻപേ പോകും, സ്വർഗം നിനക്ക് മുൻപേ പോകും. വിളിച്ചു പറഞ്ഞ അങ്ങയുടെ പ്രസാദം എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും വരട്ടെ പിതാവേ. അവിടുത്തെ പ്രസാദം ദൈവസഭയുടെ മേൽ വരട്ടെ. അവിടുത്തെ ഫേവറിനകത്ത് എന്നെ കവർ ചെയ്യണേ. ഇലക്ഷന് വോട്ട് പിടിക്കാൻ നടന്നാണോ രാജ്ഞിയായത്? രാജാവിന്റെ കാല് പിടിക്കാൻ പോയാണോ രാജ്ഞിയായത്? ഇനി ഇതെല്ലാം പോട്ടെ, രാജ്ഞിയാകണോ നമ്മൾ പ്രാർത്ഥിച്ചത് പോലുമില്ല. അങ്ങനെയൊന്നും അവൾ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. പക്ഷെ തുടക്കം മുതലേ എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ അനുകൂലത അവളുടെ മേലുണ്ടായിരുന്നു. മക്കളെ, ഇന്ന് നിങ്ങൾക്ക് കഷ്ടപ്പാടായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, തകർച്ചകളായിരിക്കാം, ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാകാം, ഒത്തിരി പരിധികൾ ഉണ്ടാകാം, ഒത്തിരി പരിമിതികൾ ഉണ്ടാകാം. പലരും നിന്നെ അകറ്റി നിർത്തുന്നുണ്ടാകാം, പലരും നിന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ തിരുവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്റെ കർത്താവിന് നിന്നെ മാനിക്കാൻ ഒരു സെക്കൻഡ് മതി. എന്റെ ദൈവത്തിന് നിന്നെ മാനിക്കാൻ ഒരു ഫോൺ കോൾ മതി. എന്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ ഒരു ഇമെയിൽ മതി. എന്റെ ദൈവത്തിന് നിന്നെ മാനിക്കാൻ ഒരു സെക്കൻഡ് മതി. എന്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ ഒരു നിമിഷം മതി. എന്റെ ദൈവത്തിന് നിന്റെ ശുശ്രൂഷ ലോകത്തിന് കാണിക്കാൻ ഒരു മിറക്കിൾ നിന്നിലൂടെ നടന്നാൽ മതി. നിന്റെ ശുശ്രൂഷയിലൂടെ വിടുവിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഒറ്റ സാക്ഷ്യം മതി. Thank you Lord Jesus. ഒറ്റ സെക്കൻഡ് കൊണ്ട് പൊസിഷൻ മാറുന്നു, ആറ്റിറ്റ്യൂഡ് മാറുന്നു, അതോറിറ്റി മാറുന്നു, ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങോട്ട് വന്നവളല്ല പിന്നെ എസ്തേർ. ഇനി വേറൊരു സത്യം കൊണ്ടുണ്ട്. വസ്തിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയാക്കിയെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നേ. ആളില്ലാഞ്ഞോണ്ടല്ല. ദൈവത്തിന്റെ അനുകൂലത നിന്റെ മേലുണ്ടെങ്കിൽ നീ എവിടെ ചെന്ന് നിന്നാലും നിന്നെ ആർക്കും നമ്പർ 3യും നമ്പർ 5 ആക്കാൻ പറ്റത്തില്ല. എവിടെയും നിന്നെ മുന്നിൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ അത് ഭയങ്കര ഒരു സത്യം ഞാൻ ഈ പ്രസംഗിച്ചത്. സ്വർഗത്തിലെ ദൈവം അവന്റെ അനുകൂലത, അവന്റെ ഫേവർ ഒരു വ്യക്തിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ സ്വർഗം എല്ലായിടവും ഫ്രണ്ടിൽ നിർത്തും. എങ്ങും അവനെ ബാക്കിലാക്കത്തില്ല ദൈവം. പത്രോസിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പം പത്രോസിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഒന്നാമൻ പത്രോസ്, രണ്ടാമൻ യോഹന്നാൻ എന്ന് പറഞ്ഞില്ല, മൂന്നാമൻ യാക്കോബ് എന്ന് പറഞ്ഞില്ല, നാലാമൻ ഫിലിപ്പോസ് എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. യേശു കർത്താവ് ഒറ്റ വേർഡേ പറഞ്ഞുള്ളൂ, പീറ്റർ യു ആർ ദ ഫസ്റ്റ്. ഒന്നാമൻ പത്രോസ്. നിങ്ങൾ വേദോസ്തവം ഒന്ന് പഠിച്ചു നോക്കിയേ. തമ്പുരാന്റെ ഒരു ഫേവർ അങ്ങനെ പീറ്ററിന്റെ മേളിൽ വീണതുകൊണ്ട്, ദൈവത്തിന്റെ വായിൽ അങ്ങനെ ഒരു വാക്ക് വീണുപോയത് കൊണ്ട് ഈ പുള്ളിയല്ലേ എല്ലായിടവും ഒന്നാമത്. നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോ ഇറങ്ങി വന്നു നിന്ന് നീ ജീവനുള്ള ദൈവപുത്രനാകുന്ന ക്രിസ്തു എന്ന വെളിപ്പാട് വിളിച്ചു പറഞ്ഞവൻ ആരാ? പത്രോസ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം കല്ലറയ്ക്കകത്തു കയറിയ ശിഷ്യനാരാ? പത്രോസ്.
പുതിയ നിയമസഭയിലെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടതിന് ശേഷം ജെറുസലേം ചർച്ചിലെ ആദ്യത്തെ മെസ്സേജ് പറഞ്ഞ് ആദ്യം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ആരാ? പത്രോസ്. ആദ്യത്തെ സ്നാന ശുശ്രൂഷ സഭയെ നടത്തിയതാരാ? 3000 പേരെ. പത്രോസ്. ആദ്യത്തെ രോഗശാന്തി ശുശ്രൂഷ ആദിമസഭ ചെയ്തതാരാ? സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കലിരുന്ന മുടന്തനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചാരാ? പത്രോസ്. പുതിയ നിയമസഭയിൽ ആദ്യം നെടലിട്ട് സൗഖ്യമാക്കിയതാരാ? പത്രോസ്. പുതിയ നിയമസഭയിൽ ആദ്യം മരിച്ച വ്യക്തിയെ തബീരെ ഉയർപ്പിച്ചതാരാ? പത്രോസ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ തിരിച്ചു മറിച്ചു നോക്കുമ്പോഴും തമ്പുരാന്റെ ഫേവർ, തമ്പുരാന്റെ വായിന്നൊരു വാക്ക് വീണു, പത്രോസെ നീ ഒന്നാമൻ, ഇനി നിന്നെ എങ്ങും ആർക്കും രണ്ടാമനാക്കാൻ പറ്റുകയില്ല. I believe his word. I believe his favor. ഞാൻ എന്നിൽ ആശ്രയിക്കുന്നില്ല കർത്താവേ, ഞാൻ എന്റെ കഴിവിൽ ആശ്രയിക്കുന്നില്ല കർത്താവേ, ഞാൻ എന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നില്ല കർത്താവേ. ഞാൻ ചലിക്കുന്നതും ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ അനുഭവിക്കുന്നതുമായ മുഴുവൻ നന്മകളും your favor. Thank you Lord. Hallelujah. ഞാനൊരു പുരുഷനെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് എന്റെ ഇഷ്ട കഥാപാത്രമാ. പഴയ നിയമത്തിലെ കണ്ണു നനയാതെ പ്രസംഗിക്കാൻ പറ്റാത്ത, വാക്ചാതുര്യങ്ങൾ കൊണ്ടൊന്നും പറയാൻ പറ്റാതെ ചങ്കിനകത്തുനിന്ന് വരുന്ന ഒരു മെസ്സേജാണ് ജോസഫ്. എപ്പോഴും ജോസഫ്. എന്തായിരുന്നു ജോസഫിന്റെ പ്രത്യേകത? നമുക്കറിയാം, ജോസഫിനെ സഹോദരന്മാർ തഴഞ്ഞു, ജോസഫിനെ പലരും തഴഞ്ഞു, അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു, മിസ്രൈമി അടിമച്ചന്തയിൽ അവനെ അടിമയായി വിറ്റു, വസ്ത്രരഹിതനായി അവനെ നിർത്തി. എല്ലാവരാലും ജോസഫ് ത്യജിക്കപ്പെട്ടു. ഇതൊന്നും കൂടാതെ ഒരു രാജ്യത്തിലെ പ്രഥമ വനിത, ഒരു ഭരണാധികാരിയുടെ ഭാര്യ ജോസഫിനെതിരെ കള്ളക്കേസ് കൊണ്ട് കൊടുത്തു. കള്ളക്കേസ്, പീഡനക്കേസ്. അവിടെയും ജോസഫ് ഇറങ്ങി ഓടി. ഇങ്ങനെ ജോസഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാർ തുടങ്ങി, കുടുംബക്കാർ തുടങ്ങി, ദേശക്കാർ തുടങ്ങി, ഭരണാധികാരികൾ തുടങ്ങി, സമസ്ത മനുഷ്യരും ജോസഫിനെ ഓടിച്ചിട്ട് വേട്ടയാടിയ ഒരു മനുഷ്യനാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പനായ യാക്കോബ് ജോസഫിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്: ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, അവൻ നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അവന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവരവനോട് എയ്തു, അവനോട് പൊരുതി. പക്ഷേ അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, ഇസ്രയേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. ജോസഫ് ഒരു ഫലപ്രദമായ വൃക്ഷമായതുകൊണ്ടാണ് പൊട്ടക്കിണർ അവനിൽ വന്നത്. ജോസഫിന് സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടായതുകൊണ്ടാണ് അവനോട് അസൂയ ഉണ്ടായത്. ജോസഫിന് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവനെ പൊട്ടക്കിണറ്റിലിട്ട് അവന്റെ വിഷൻസ്, അവന്റെ കാഴ്ചകൾ, അവന്റെ സ്വപ്നങ്ങൾ നിറവേറാതിരിക്കുവാൻ അവർ ശ്രമിച്ചത്. ഫലമുള്ള വൃക്ഷത്തിലല്ലേ എറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ വേട്ടയാടപ്പെട്ട, പലരാലും വേട്ടയാടപ്പെട്ട, ഉപദ്രവിക്കപ്പെട്ട, മാനസികമായി വളരെയധികം പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു ജോസഫ്. പക്ഷേ ബൈബിൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു. That is enough. എന്റെ പദമാണത്. That is enough. Amen. ആരൊക്കെയോ വേട്ടയാടട്ടെ, ലോകം മുഴുവൻ നിനക്കെതിരാകട്ടെ, എല്ലാവരും നിന്നെ പ്രതിരോധത്തിലാക്കട്ടെ, നിനക്കെതിരെ കള്ളത്തരങ്ങളും കള്ളക്കേസുകളും കൊടുക്കട്ടെ, ആരെല്ലാം നിനക്കെതിരെ വാദിച്ചെഴുന്നേൽക്കട്ടെ, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തട്ടെ, ആരൊക്കെയോ നിന്റെ കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യ പോലും നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും, നിന്റെ കുടുംബക്കാർ നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ അനുകൂലത നിന്റെ മേലുണ്ടെങ്കിൽ മോനെ, നിന്നെ തോപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയില്ല. നിന്നെ തോപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും കഴിയില്ല. Thank you Lord. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. ഇനി നിങ്ങൾ കേട്ടോണം, സഹോദരന്മാരുടെ ഇടയിൽ ദർശനമുള്ളവൻ ജോസഫ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമൻ. വെളിപ്പാടുള്ളവൻ ജോസഫ് ആയിരുന്നു. കാണാൻ സുന്ദരൻ ജോസഫ് ആയിരുന്നു. കഴിവുള്ളവൻ ജോസഫ് ആയിരുന്നു. ഇതെല്ലാം പോട്ടെ, ഈ പുള്ളിക്കാരനെ
കള്ളക്കേസ് കൊടുത്ത് പിടിച്ച് ജയിലിലാക്കി. ഇനിയേലും ഇവനൊന്ന് ഒതുങ്ങുമെന്ന് കരുതി. ഇവനെ ഒതുക്കാൻ വേണ്ടിയാണ് ജയിലിൽ അടച്ചത്. ഇവൻ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേര് നമ്മളൊക്കെ ചിലരും പറയുന്ന ഭാഷ വെച്ചാൽ ജോസഫിന് ഭയങ്കര പണി കൊടുക്കാൻ വേണ്ടിയാണ് ജയിലിൽ അടച്ചത്. ഒരു സ്ത്രീയുടെ റിവെഞ്ച് അല്ലെങ്കിൽ അവളുടെ വൈരാഗ്യം അവനോട് തീർത്തതാ. പക്ഷെ കാരാഗ്രഹത്തിനകത്ത് സെല്ലിനകത്ത് ജോസഫിനെ കൊണ്ടിടുമ്പോഴും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകിയെന്ന്. ഹല്ലേലൂയ. English translation, but the Lord was with Joseph and showed him mercy and gave him favor in the sight of the keeper of the prison. ജയിലിനകത്ത് പുള്ളിയെ കൊണ്ടുവന്നു. അടുത്ത വാക്യം നിങ്ങളൊന്ന് വായിക്കണം. അടുത്തടുത്ത വാക്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരകനായി തീർന്നു. ജയിലിൽ പുള്ളിയെ കൊണ്ടുവന്നിട്ടു. പുള്ളി ജയിലിലെ ലീഡറായി. ഒതുക്കാൻ കൊണ്ടുവന്നിട്ടതാ, പണി കൊടുക്കാൻ കൊണ്ടുവന്നിട്ടതാ. പക്ഷേ അവിടെയും ജോസഫ് ജയിലിലെ ലീഡറായി തീരുകയാണ്. അതാ ഞാൻ പറഞ്ഞേ, ദൈവത്തിന്റെ ഫേവർ ഉള്ളവനെ തോപ്പിക്കാൻ സമയം വെറുതെ കളയരുത്. യഹോവ അവനോട് കൂടെയിരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട്. വണ്ടർഫുൾ വേർഡ്. മലയാളത്തിൽ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട്ടൊന്നും പോകണ്ട. The Lord made it to prosper എന്നാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതിനേക്കാൾ നല്ല ഉഗ്രം വേർഡാ മലയാളത്തിൽ കിടക്കുന്നത്. യഹോവ അവനോട് കൂടെ ഇരുന്നു, അവൻ ചെയ്തതൊക്കെയും സഫലമാക്കി. അവൻ ചെയ്തതൊക്കെ സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ജോസഫ് ഒരു കാര്യത്തിൽ ചെന്ന് കൈ തൊട്ടാൽ ഒന്നും ചെക്ക് ചെയ്യേണ്ട, അത് പെർഫെക്റ്റ് ആയിരിക്കും. In the name of Jesus, I am seeing the favor of the Lord. ജോസഫ് എഴുന്നേറ്റൊരു കാര്യം പറഞ്ഞാൽ, ജോസഫ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനകത്ത് ഡബിൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്തൊരു ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടാകും. ഈ മെസ്സേജ് പറയുമ്പോ എവിടേക്കോ ഫെയിലായി നിൽക്കുന്ന, എന്തിൽ തൊട്ടാലും പ്രതിസന്ധിയാ ബ്രദറെ, എന്തിൽ തൊട്ടാലും പ്രശ്ന ബ്രദറെ, എന്തോ എടുത്താലും എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകുകയാണ്, എനിക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല, എല്ലായിടത്തും ഞാൻ ഫെയിൽ ആകുകയാണെന്ന് പറയുന്ന ചിലരോട് സ്വർഗം പറയുന്നു, ജോസഫിനോട് കൂടെ ഇരുന്ന യഹോവ, എസ്തേറിനോട് കൂടെ ഇരുന്ന യഹോവ, അവന്റെ അനുകൂലത, അവന്റെ ഫേവർ നിങ്ങളുടെ മേൽ വരട്ടെ. Lord Jesus. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലേക്ക് വരണം. 39 അധ്യായത്തിലേക്ക് വരുമ്പോ അതിനു മുമ്പ് 37 എടുത്തേ പാസ്റ്റേ. 37ന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, 3, 4, 5 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കി അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ദൈവത്തിന്റെ ഫേവർ ഉള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്നാണെന്നറിയാം? നോട്ട് ചെയ്തോണം, എപ്പോഴും കിട്ടുകയില്ല, വല്ലപ്പോഴും ഒക്കെ ഒരു നിയോഗം തരുമ്പോഴേ ഇതൊക്കെ പറയുള്ളൂ. ദൈവത്തിന്റെ ഫേവർ ഉള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകത, ആ മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പുറത്താലും പുള്ളിയെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാനത് ജോസഫിൽ കാണുന്നു, ഞാനത് എസ്തേറിൽ കാണുന്നു, ഞാനത് യേശുവിൽ കാണുന്നു. കാര്യം ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ അനുകൂലത ഉള്ള ഒരു മനുഷ്യൻ. ജോഷുവയോട് എന്താ ദൈവം പറഞ്ഞത്? നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുകയില്ല, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. എപ്പോഴും ഒരു യാത്ര പോകുമ്പോൾ, ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ, ഒരു ബിസിനസ് ഡീലുകൾക്ക് കാൽച്ചുവടുകൾ വെക്കുമ്പോൾ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗത്തിൽ മൈക്കെടുത്ത് പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ ശക്തിയല്ല, എന്റെ ദൈവത്തിന്റെ ആ കരം എനിക്ക് അനുകൂലമാണ്. ഈ ഫേവർ എന്താ? ഫേവർ എന്താന്നുള്ളതാണ് നമ്മള് ഈ ചില ആൾക്കാർ എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, പാസ്റ്റേ എന്റെ തലയിലോട്ടൊന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എന്തിനാ? എന്റെ മേലുള്ള ദൈവത്തിന്റെ ഫേവർ ഒന്ന് വർദ്ധിക്കാൻ. ഇത് കൃപാവരമല്ല. 9 കൃപാവരങ്ങളിൽ
രോഗശാന്തിയുടെ വരം, വിവിധ ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം, വിശ്വാസം, വീര്യപ്രവൃത്തികൾ, ഇങ്ങനെ 9 ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റിൽ എഴുതിയിരിക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ അനുകൂലത, ഫേവർ. ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 39:21. യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു. ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം അവന്റെ കൂടെ ഉണ്ടെന്നാ. ദൈവം അവന്റെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? മൈ ഗാഡ് ഈസ് വിത്ത് മീ. ഈസ് വിത്ത് മീ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുണ്ടെങ്കിൽ അടിവരയിട്ട് എഴുതിക്കോ, ദൈവത്തിന്റെ അനുകൂലത നിന്റെ ഭവനത്തിലുണ്ട്, ദൈവത്തിന്റെ അനുകൂലത നിന്റെ ഒപ്പമുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയണം, അതിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം, അത് വാഗൊണ്ട് പ്രഖ്യാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. താങ്ക് യു ജീസസ്. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 8-11 രണ്ട് വാക്യങ്ങൾ നേരെ ഇല്ലാത്തതുകൊണ്ട് പെട്ടത്. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? പേടിയാ. ദൈവത്തിന്റെ ഫേവർ ഉള്ളവനെ എല്ലാവർക്കും പേടിയാ. ഇവനങ്ങ് രാജാവായി പോവോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാർ ചില സ്ഥലത്ത് പുതിയ വേലയുമായി, പുതിയ പ്രവർത്തനവുമായി ഒരു ചർച്ച് പ്ലാൻ ചെയ്യാനോ എന്തെങ്കിലും വെച്ചാൽ പലരുടെ ഉറക്കം പോവും. കാരണം അറിയാം, ചില ദൈവപുരുഷന്മാർ മീറ്റിംഗിൽ ശുശ്രൂഷിക്കാനുണ്ടെങ്കിൽ 5 പേരുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരാൾ ഭയങ്കര ഫേവറുള്ള ആളാ. മറ്റവർക്ക് 4 പേർക്ക് ഭയങ്കര അസ്വസ്ഥതയാ, ഞങ്ങൾ ഇനി ശോഭിക്കുവോ? ദൈവത്തിന്റെ ഫേവർ ഉള്ള ഒരു മനുഷ്യൻ എവിടെ കയറി ചെന്നാലും, എനിക്ക് ഇങ്ങനെ പറയാൻ ഇഷ്ടം, ദൈവത്തിന്റെ പ്രസാദമുള്ളവൻ എവിടെ കയറി ചെന്നാലും ആയിരങ്ങളുടെ ഇടയിൽ അവന്റെ ഫേസ് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്. പുള്ളിയേക്കാൾ ഹൈറ്റ് ഉള്ളവരും വെയിറ്റ് ഉള്ളവരും കഴിവുള്ളവരും പഠിത്തക്കാരും ഒക്കെ കാണും. പക്ഷേ ദൈവത്തിന്റെ ഫേവർ ഒരു മനുഷ്യന്റെ മേൽ ഉണ്ടെങ്കിൽ ഈസ് ഡിഫറെന്റ്. ഈസ് ഡിഫറെന്റ്. ഒന്ന്, ദൈവത്തിന്റെ ഫേവർ നിങ്ങളിൽ വരുവാൻ നിങ്ങളോട് കൂടെ ദൈവം ഉണ്ടാകണം. ഞാൻ മറ്റൊരു വാക്യം, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരൂ പാസ്റ്റർ. അതിന്റെ 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വന്നേ. ഈ ഫേവർ ഇമ്പാർട്ടേഷൻ ആണോ, ഒരു പാസ്റ്റർ തലേ കൈവച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുന്നതാണോ, അതൊരു ലൈഫാണോ എന്നൊന്ന് വായിക്കാം. ദാനിയേൽ 1:19. God gave Daniel favor and compassion in the sight of chief. Yes, come on. രാജാവ് അവരോട് സംസാരിച്ചാറേ, അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനനിയാവ്, മീശായേൽ, അസറിയാവ് എന്നിവർക്ക് തുല്യമായ ഒരുത്തിനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. 1:9 വായിക്കാൻ പറഞ്ഞേ. ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദൈവം ദാനിയേലിനെ അധികാരിയുടെ മുമ്പിൽ, ഒഫീഷ്യൽസിന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. Now God had brought Daniel into favor. Hallelujah. ദൈവത്തിന്റെ ഫേവർ ദാനിയേലിന്റെ മേളിൽ വെളിപ്പെട്ടു. എന്താ അതിന്റെ കാരണം? തലേ ദിവസം ടിനു പാസ്റ്റർ മീറ്റിംഗിന് പങ്കെടുത്താണോ? അതോ തലേ ദിവസം എഗസ്കേൽ എന്ന പ്രവാചകന്റെ യോഗത്തിൽ പ്രൊഫസ് ചെയ്താണോ? അല്ലെങ്കിൽ ഏതെങ്കിലും അന്നത്തെ, ഞാൻ ചിന്തയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ ചിരിക്കാൻ, ഏതെങ്കിലും പ്രൊഫറ്റിന്റെ അടുക്കൽ പോയതാണോ? ഡാനിയേലിന്റെ മുകളിൽ, ഒഫീഷ്യൽസിന്റെ മുൻപിൽ, പ്രിൻസിന്റെ മുൻപിൽ, രാജാക്കന്മാരുടെ മുൻപിൽ, രാജസന്നിധിയിൽ ദൈവത്തിന്റെ ഫേവർ ഡാനിയേലിന്റെ മേലിൽ വരാനുള്ളതിന്റെ റീസൺ എന്താ? ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞു, ജോസഫിന്റെ വിഷയത്തിൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടോ? യു ആർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. ദാനിയേൽ എന്തുകൊണ്ട് ഈ ഫേവറിന്റെ അകത്ത് കയറി? അതിന്റെ 7, 8, 9 വാക്യങ്ങൾ, 7, 8 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും, അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും, രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഇഷ്ടം പോലെ കള്ള്,
ഇഷ്ടം പോലെ വൈന്, ഇഷ്ടം പോലെ ഭോജ്യങ്ങൾ, ഇഷ്ടം പോലെ മദ്യം, എന്തും ചെയ്യാം, എന്തും കുടിക്കാം, എന്തും കാണിക്കാം, ആരും ചോദിക്കാനില്ല. രാജസന്നിധിയിലാ നിൽക്കുന്നേ, രാജാവിന്റെ കൂടെയാ ഡിന്നർ, രാജാവിന്റെ കൂടെയാ ഭക്ഷണം. പക്ഷേ എല്ലാരും കുടിക്കുമ്പോഴും, എല്ലാരും കഴിക്കുമ്പോഴും, എല്ലാവരും പാപം ചെയ്യുമ്പോഴും അവിടെ ഒരു ചെറുപ്പക്കാരൻ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഹൃദയത്തിൽ നിശ്ചയിക്കുകയാണ്, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ അശുദ്ധമാക്കുകയില്ല. രണ്ട്, ദൈവത്തിന്റെ ഫേവർ ആരിൽ വെളിപ്പെടുന്നു? അവന്റെ വിശുദ്ധന്മാരിൽ. ഓ റബാഖാന്തരാസിയാക്കന. ജോസഫേ, എന്തുകൊണ്ടാണ് നിന്നെ പിടിച്ചിട്ട ജയില്? അത് ഈജിപ്തിലല്ലേ? നിന്നെ ജയിലിൽ അടച്ചത് ഈജിപ്തിലല്ലേ? അതേ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി, സകല ഓഫീസർമാരും സല്യൂട്ട് ചെയ്യുന്ന വ്യക്തിയായി, ഒരു രാജ്യത്തിന്റെ പ്രഥമ പുരുഷനായി നീ മാറിയതിന്റെ കാരണം എന്നാ? നിനക്ക് പാപം ചെയ്യാൻ കൊച്ചമ്മയുടെ അരമനയിൽ അവസരം ഉണ്ടായിട്ടും ന്യായപ്രമാണം, വ്യഭിചാരം ചെയ്യരുതെന്ന ന്യായപ്രമാണം എഴുതി കിട്ടിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ എന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ മുറിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചതാ, ഈ ഓട്ടം നിന്നെ അധികാരത്തിന്റെ പരമോന്നതത്തിൽ എത്തിക്കണമെന്ന്. ഇത് പാസ്റ്റർ തലയ്ക്ക് കൈ പിടിക്കുമ്പോൾ വരുന്നതല്ല ഫേവർ. ജോസഫേ, നിന്റെ മേളിൽ ദൈവത്തിന്റെ അനുകൂലത ഉണ്ടായതിന്റെ കാരണം നിന്റെ രഹസ്യ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദമായിരുന്നു. ദാനിയേലേ, നിന്റെ മുൻപിൽ, ഒഫീഷ്യൽസിന്റെ മുൻപിൽ, പരമാധികാരികളുടെ മുൻപിൽ, രാജ്യത്തിന്റെ മുൻപിൽ നിനക്ക് ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ ഉണ്ടായതിന്റെ കാരണം നിനക്ക് പാപം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നിട്ടും നീ അത് ചെയ്യാതെ നീ അവിടുന്ന് മാറി നിന്നതാണ്. ഒന്ന്, ദൈവം കൂടെയുണ്ടോ, അതിനാണ് ഫേവർ എന്ന് പറയുന്നത്. രണ്ട്, ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഉറപ്പായി ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവസന്നിധിയിൽ നാം കാണിക്കുന്ന ഒബീഡിയൻസ്, ദൈവസന്നിധിയിൽ നാം കാണിക്കുന്ന അനുസരണങ്ങൾ, ആരും കാണാതെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, നിനക്ക് പാപം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നിട്ടും ഇല്ല, എന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ നീ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ അനുഭവങ്ങൾ, നീ ഓടിപ്പോയി പായിൽ മുട്ടുമടക്കിയ അനുഭവങ്ങൾ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അകൃത്യം കാണാതെ വണ്ണം നിന്റെ കണ്ണുകളെ നീ അടച്ചു കളയുമെങ്കിൽ ഞാൻ നിന്നെ പാറക്കോട്ടകളിൽ വസിക്കുമാറാക്കും, ഞാൻ നിന്നെ ഉന്നതഗിരികളിൽ നടത്തുമാറാക്കും. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? ഒന്നാമതായി പ്രിയരെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ there is a favor of the Lord. നമ്പർ 2, ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കുക. ഇതിനകത്ത് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെയും ദൈവത്തിന്റെ ഫേവർ കവർ ചെയ്തതിനാൽ സ്വർഗം മാനിക്കുവാനിടയായി. താങ്ക് യു പ്രേഷ്യസ് ലോർഡ്. മൂന്നാമത് മറ്റൊരു മനുഷ്യനെ ഞാൻ കാണിക്കുന്നു. നേരെയില്ല, പെട്ടെന്ന് പറയാം. അബ്രഹാം. വർണ്ണിക്കാൻ കഴിയാത്ത ഫേവറാത്. അൺടോൾഡ് ഫേവറാ കേട്ടോ. വർണ്ണിക്കാൻ കഴിയാത്ത ഫേവറാത്. വർണ്ണിക്കാൻ അവർണ്ണനീയമാത്. താങ്ക് യു ലോർഡ് ജീസസ്. എന്തായിരുന്നു അബ്രഹാമിന്റെ മേളിൽ ദൈവത്തിന്റെ അനുകൂലത വരാനുള്ളതിന്റെ കാരണം? ലോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, അബ്രഹാമിന്റെ സഹോദരി പുത്രൻ, പെങ്ങളുടെ മോൻ. അബ്രഹാമിന്റെ കയ്യിൽ ഒത്തിരി വസ്തുക്കളുണ്ട്. വസ്തുവീതം വെച്ചപ്പം, ഭാഗം വെച്ചപ്പം മിടുക്കനായിരുന്നു ഇവൻ, അബ്രഹാമിന്റെ പെങ്ങളുടെ മോൻ ലോത്ത്. നല്ല പ്രോപ്പർട്ടി കംപ്ലീറ്റ് പുള്ളി എടുത്തു. വെള്ളമുള്ളതും കൃഷി ചെയ്യാൻ പറ്റുന്നതും മുഴുവൻ പുള്ളി എഴുതിയെടുത്തു. എന്നിട്ട് കുറെ കുന്നുകളും മലഞ്ചരിവുകളും ഒക്കെ അബ്രഹാമിന് കൊടുത്തു. അബ്രഹാം പക്ഷേ കുന്നാണോ മലഞ്ചരിവാണോ വെള്ളമുള്ളതാണോ എന്നൊന്നും നോക്കിയില്ല. അബ്രഹാം ഗിവപ്പ് ചെയ്യുകയാണ്. അബ്രഹാമിന്റെ അടുക്കൽ ലോത്ത് പ്രമാണമായി വരുമ്പോ, ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അബ്രഹാമിന്റെ അടുക്കൽ ലോത്ത് പ്രമാണമായി വരുമ്പോ പ്രമാണം മേടിച്ച് വായിച്ചു നോക്കിയിട്ട് അയ്യോ എനിക്ക് മുട്ടക്കുന്നാന്ന്, ഇനി എനിക്കൊന്നും വേണ്ടെന്നല്ല, പ്രമാണമൊന്നും നോക്കുന്നില്ല. ലോത്ത് വന്ന് നിൽക്കുമ്പോഴേ അബ്രഹാം ലോത്തിനോട് പറയുന്നു, എനിക്ക് നിന്റെ പക്കൽ നിന്നും ഒന്നും വേണ്ട, ഒരു ചരട് പോലും എനിക്ക് നിന്റെ പക്കൽ നിന്ന് വേണ്ട, എന്നോടുകൂടെ യഹോവയുണ്ട്,
എന്നെ കരുതുന്നൊരു ദൈവമുണ്ട് എന്ന് അബ്രഹാം തീരുമാനിച്ചപ്പോൾ അടുത്ത വാക്യത്തിൽ എന്നെ എഴുതിയിരിക്കുന്നത് വായിപ്പിക്കാൻ നേരമില്ലാത്തോണ്ടാ. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിയുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായി. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിയുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായി പറയുകയാണ്, അബ്രഹാമേ, നീ എഴുന്നേറ്റ് തലപൊക്കി നോക്ക്, കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക്. നീ കാണുന്ന ഭൂമിയെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും ശാശ്വതമായി തരും. എനിക്ക് ആ പദമായി ഇഷ്ടപ്പെട്ടത്. ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും ശാശ്വതമായി തരും. മനുഷ്യൻ തരുന്നത് ശാശ്വതമല്ല കുഞ്ഞേ, എന്നാൽ സ്വർഗം നിനക്കൊന്ന് തന്നാൽ അത് ശാശ്വതമായിരിക്കും. സ്വർഗം നിനക്ക് നൽകിയാൽ അത് ശാശ്വതമായിരിക്കും. എന്തെങ്കിലും ജീവിതത്തിൽ ഗിവപ്പ് ചെയ്തവരുണ്ടോ? വിട്ടുകൊടുത്തവരുണ്ടോ? വിട്ടുകളഞ്ഞവരുണ്ടോ? പിടിച്ചു വെക്കാത്തവരുണ്ടോ? ഏൽപ്പിച്ചു കൊടുത്തവരുണ്ടോ? എന്നെ എന്റെ ദൈവം കരുതിക്കൊള്ളും, സ്വർഗത്തിലെ ദൈവം എന്റെ കുടുംബത്തെ മാനിച്ചോളും എന്ന് പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? അതിന് പരിധിയില്ല, അതിന് പരിമിതിയില്ല. ജോസഫേ, നീ മതിലിന്റെ മുകളിലൂടെ പടരുന്ന വൃക്ഷക്കൊമ്പായി തീരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നാലാമത് പുതിയ നിയമത്തിലെ ഒരു സഹോദരിയാ. ആ സഹോദരിയുടെ പേര് മറിയം എന്ന. മറിയം. അബ്രഹാമിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, സവിസ്തരമായി നേരെയില്ല. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ വാക്യം. ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല ദൈവദാസനെ. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. And the angel said unto her, Fear not, Mary, for you have found favor with God. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ എല്ലാ ട്രാൻസ്ലേഷൻസിലും എഴുതിയിരിക്കുന്നത് you found favor with God. നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരിക്കുകയാണ്. Mighty God. അടുത്ത വാക്യം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന് യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. 1:42 വായിച്ചു. എന്തായാലും എടുത്തേല് 1:42 വായിച്ചു. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. മറിയത്തിന്റെ ജീവിതമാണിത്. എലിസബത്ത് ഉച്ചത്തിൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ബ്ലെസ്സഡ് യു ആർ. ആമേൻ. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. യെസ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ആമേൻ. എന്താ അതിന്റെ കാരണം? അതിന് തൊട്ടു മുമ്പ് എന്തോ വെളിപ്പെട്ട ദൂതൻ എന്തോ പറഞ്ഞേ? ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കൃപ നിന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഫേവർ ഉള്ള വ്യക്തിയെ എലിസബത്ത് എന്തോ വിളിച്ചേ? അനുഗ്രഹിക്കപ്പെട്ടവൾ. യു ആർ ബ്ലെസ്സഡ്. ആമേൻ. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാ ബ്ലെസ്സിംഗ് ആണ് അത്? ദൈവപുത്രനെ, എന്നെയും നിങ്ങളെയൊക്കെ വീണ്ടെടുത്ത് രക്ഷിച്ച ദൈവപുത്രനെ, യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ, ദൈവപുത്രനെ വളർത്തുവാൻ, അന്ധന്റെ കണ്ണ് തുറക്കണ്ടവനെ നോർത്തേ. മറിയം ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതൊക്കെ നോർത്തേ. ചെകിടന്റെ ചെവി തുറക്കണ്ടവന്റെ ചെവികളെ തൊടുവാൻ, എന്നെ നിങ്ങളെ എല്ലാം ഉയർപ്പിക്കേണ്ടവനെ എടുത്തോണ്ട് നടക്കാൻ. ഇത്രയും ഫേവർ വീണ ഒരു സ്ത്രീ ഉലകത്തിലുണ്ടോ? ഇനി ഉണ്ടാവോ? ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇനി യേശു ഒന്നുകൂടെ ജനിക്കുവോ? ജനിക്കുകയില്ല. അവൾക്ക് മുമ്പും ഇല്ല, അവൾക്ക് ശേഷവും ഇല്ല. അതുപോലത്തെ ദൈവത്തിന്റെ പ്രസാദമാ അവളിൽ വെളിപ്പെട്ടത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരോരും അറിയാതെ പോകണ്ട. എത്രയോ യഹൂദ സ്ത്രീകൾ, എത്രയോ നല്ല സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എത്രയോ മാന്യമായ സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെ വല്ലതും അറിയുവോ? അറിയില്ലല്ലോ. പക്ഷേ മറിയം എന്ന് പറയുമ്പോൾ യേശുവിനെ ഈ ലോകത്തിൽ, യേശു ദൈവപുത്രനാണ്. മറിയത്തിന്റെ മോനല്ല യേശു, ജോസഫിന്റെ മകനല്ല യേശു. യേശു അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. എങ്കിലും യേശുവിനെ, ദൈവത്തിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്
കണ്ടെത്തിയ ഗർഭപാത്രം അതല്ലേ, ഉദരം അതല്ലേ. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. ഒരു അൺടോൾഡ് ഫേവർ ആണത്. അവർണ്ണനീയമായ അത്യത്ഭുതകരമായ ഒരു അനുകൂലതയാണ് എനിക്കവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ജോസഫിനെ നോക്കുമ്പോൾ, ഡാനിയലിനെ നോക്കുമ്പോൾ, മറിയത്തെ നോക്കുമ്പോൾ, അബ്രഹാമിനെ നോക്കുമ്പോൾ, ഈ പൂർവീയ പിതാക്കന്മാർ മുഴുവൻ മാനിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഞാൻ എടുത്തു വെക്കുമ്പോൾ അവരുടെ എല്ലാം മേളിൽ ദൈവത്തിന്റെ ഒരു അനുകൂലത ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു ഫേവർ ഉണ്ടായിരുന്നു. ഇന്നത്തെ മെസ്സേജിന്റെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത്രയും ജോസഫ്, മേരി, അബ്രഹാം, എസ്തേർ, ഇങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചു. പക്ഷേ ഇതിനെല്ലാം ഒരു സെറ്റ് ടൈം ഉണ്ടായിരുന്നു. അതാണ് 102-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. You will arise and have pity on Zion. It is a time to favor her. The appointed time has come. Psalms 102, 102-ാം സങ്കീർത്തനം 13-ാം വാക്യം. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. മലയാളത്തിൽ അവളോട് കൃപ കാണിക്കാനുള്ള സമയവും കാലവും വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ എല്ലാ ട്രാൻസ്ലേഷനിലും ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ടൈം ടു ഫേവർ ഹെർ. ദ അപ്പോയിന്റഡ് ടൈം ഹാസ് കം. ദ അപ്പോയിന്റഡ് ടൈം ഹാസ് കം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ സമയം വരുന്നു. ആരോടൊക്കെയുള്ള ദൂതാണ്. ഹല്ലേലൂയ. എസ്തേറിന് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലേ? ജോസഫിന് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നോ? അബ്രഹാമിന് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നോ? മറിയത്തിന് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നോ? അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നോ? The time is come. Amen. എത്ര പേർ വിശ്വസിക്കുന്നു ആ ദൈവിക ഫേവർ എന്റെ മേളിൽ വരുവാനുള്ള സമയം വന്നിരിക്കുന്നു? കർത്താവിന്റെ ദാസനെ ഒരു വാക്യം കൂടെ വായിക്കാമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് സാമുവേൽ, ദാവീദിനെ കുറിച്ചാ. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 21 and 22. 1 ശമൂവേൽ 16-ന്റെ 21, 22 വാക്യങ്ങൾ. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു, അവനോട് വളരെ സ്നേഹമായി. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദിനോട് ശൗലിന് വളരെ സ്നേഹമായി. എന്നിട്ട് അവൻ അവന്റെ ആയുധവാഹകനായി തീർന്നു. ആകയാൽ ശൗൽ ഇശായുടെ അടുക്കൽ ആളയച്ച്, ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. And Saul sent to Jesse, saying, let David remain in my service, for he has found favor in my sight. എനിക്ക് ദാവീദിനോട് ഒരു പ്രത്യേക ഫേവർ തോന്നുകയാണ്, അതുകൊണ്ട് ഞാൻ അവനെ എന്റെ സൈന്യത്തിൽ എടുക്കാൻ പോവാം. താങ്ക് യു ലോർഡ് ജീസസ്. ആ ഒരു ഒറ്റ തീരുമാനമല്ലേ ഗോലിയാത്തിനോടുള്ള യുദ്ധം? ആ ഒരു ഒറ്റ തീരുമാനമല്ലേ ദാവീദ് ഇസ്രായേലിന്റെ പ്രഥമ പുരുഷനായി തീർന്നതിന്റെ കാരണം? ചിലരുടെ മനസ്സിൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവൂ, ഇംഗ്ലീഷും ബൈബിളും ഒന്നും പറഞ്ഞാൽ പലർക്കും പിടി കിട്ടുകയില്ല. ചിലരുടെ മനസ്സിൽ നിനക്ക് വേണ്ടി ദൈവം ചിലത് തോന്നിപ്പിക്കും. അത് പിടികിട്ടിയല്ലോ അല്ലേ? ചിലരുടെ മനസ്സിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് തോന്നിപ്പിക്കും. അത് വിശ്വസിക്കുന്നവരൊന്ന് റിസീവ് ചെയ്തേ. ചിലരുടെ മനസ്സിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് തോന്നിപ്പിക്കും. രാജാവിന്റെ മനസ്സിൽ എസ്തേറിന് വേണ്ടി ചിലത് തോന്നിപ്പിച്ചു. ഹല്ലേലൂയ. ശൗലിന്റെ മനസ്സിൽ ദാവീദിന് വേണ്ടി ചിലത് തോന്നിപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ചിലരോട് സംസാരിക്കുന്നു. ചേർന്ന് കർത്താവിന് ഒരു ആമീൻ പറയാം. ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ നിങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. 84-ാം സങ്കീർത്തനം 11-ാം വാക്യം, 90-ാം സങ്കീർത്തനം 17-ാം വാക്യം, ഇതിനകത്തെല്ലാം ഞാൻ കാണുന്നത് ദാവീദിന്റെ മേളിൽ ദൈവം പകർന്ന ദൈവത്തിന്റെ അനുകൂലതയാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഈ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്. ഒത്തിരി ഭാരങ്ങൾ നിങ്ങൾക്ക് കാണാം, ഒത്തിരി പ്രതിസന്ധികളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാകാം.
മക്കളെ, എന്ത് നിങ്ങളെ വിട്ടുപോയാലും ദൈവ സാന്നിധ്യം നിങ്ങളെ വിട്ടുപോകരുത്. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ട ഒരു സത്യമാണ്. എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ദൈവ സാന്നിധ്യവും ദൈവവചനവും പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ഇത് തിരിച്ചറിഞ്ഞ മനുഷ്യനാ ദാവീദ്. ദാവീദിനറിയാം, പുള്ളി ഇത്രയും കേറി വന്നത് മുഴുവൻ ദൈവത്തിന്റെ ഫേവറാ. അതുകൊണ്ടാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണിട്ട് പുള്ളി പറഞ്ഞത്, എന്റെ പൊന്നു ദൈവമേ, എന്റെ അധികാരമോ ചെങ്കോലോ കസേരയോ എന്തോ വേണേലും നീ എടുത്തോ, പക്ഷെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുത്. നീ എന്നെ വിട്ടുപോകരുതേ. നിന്റെ സാന്നിധ്യം എന്നെ വിട്ടുപോകരുതേ. നിന്റെ കരത്തിന്റെ അനുകൂലത എന്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകരുതേ. ചില പാപങ്ങളെ ഞാൻ വിട്ടുപേക്ഷിക്കുകയാണ്, ചിലതിനെ ഞാൻ വിട്ടെറിയുകയാണ്. അവിടുത്തെ അനുകൂലത എന്റെ മേൽ പകരണമേ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതെല്ലാ ഏറിയയിലും വെളിപ്പെട്ടു വരട്ടെ, എല്ലാ ഏറിയയിലും വെളിപ്പെട്ടു വരട്ടെ. അത് ദാനിയേൽ സിംഹക്കുഴിയിൽ അനുഭവിക്കുന്ന പ്രിയരെ, അത് ശത്രുക്ക് മേശക്ക് അഭേദവും എരിയുന്ന തീച്ചൂളയുടെ മധ്യയിൽ അനുഭവിക്കുന്ന പ്രിയരെ, അത് അബ്രഹാം മോറിയ മലയിൽ അനുഭവിക്കുന്ന പ്രിയരെ. എവിടെ പോയാലും ആരോ സഹായിക്കുന്നത് പോലെ, ആരോ കരുതുന്നത് പോലെ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം. മെസ്സേജ് കേൾക്കുന്ന ചിലരെ അകത്തോട്ട് പരിശുദ്ധാത്മാവ് വലിയ ബോധ്യം കൊടുക്കട്ടെ. യഹോവ ജോസഫിനോടുകൂടെ ഇരുന്നത് പോലെ യഹോവ എന്റെ ഒപ്പമുണ്ട്, എന്റെ കുടുംബത്തിനൊപ്പമുണ്ട്. എന്റെ ദൈവമേ, അവിടുത്തെ അനുകൂലത മാത്രം മതി എനിക്ക്, അവിടുത്തെ അനുകൂലത മാത്രം മതി എനിക്ക്. അവിടുത്തെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, പക്ഷെ അവിടുത്തെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കർത്താവേ, എന്റെ ജീവിതത്തിൽ വായികൾ തുറന്ന് എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവദാസൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്നതല്ല ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ ഫേവർ. ദാനിയേൽ എടുത്ത തീരുമാനം, ജോസഫ് എടുത്ത തീരുമാനം, അവരുടെ പ്രാർത്ഥനാ ജീവിതം, ദാവീദിന്റെ പ്രാർത്ഥനാ ജീവിതം, അവന്റെ ആരാധന, ദൈവത്തോടുള്ള ബന്ധം. ആരും തന്നെ കാണാതിരിക്കുമ്പോഴും അപ്പന്റെ ആടുകളെ മേയ്ക്കുമ്പോഴും അവന് ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ്. ഇതിനെ കാണുന്ന ദൈവം, നിന്റെ കമ്മിറ്റ്മെന്റുകളെ കാണുന്ന ദൈവം, നിന്റെ രഹസ്യ പരസ്യ വിശുദ്ധ ജീവിതത്തെ കാണുന്ന ദൈവം, നിന്റെ തീരുമാനങ്ങളെ കാണുന്ന ദൈവം, നിന്റെ ഉടമ്പടികളെ കാണുന്ന ദൈവം. ആരും നിന്നെ കാണാതിരിക്കുമ്പോഴും ആരും നിന്നെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്റെ ഹൃദയത്തിൽ നിശ്ചയിക്കുമ്പോൾ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിശ്ചയിക്കുമ്പോൾ ദൈവം നിശ്ചയിക്കുന്നു എന്റെ പ്രസാദം നിന്റെ മേൽ വരുത്തുവാൻ, എന്റെ അനുകൂലത നിന്റെ മേൽ വരുത്തുവാൻ, എന്റെ അത്ഭുതകരമായ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും എനിക്ക് ഈ വിഷയം മറ്റുള്ള വിഷയങ്ങളെ പോലെ തിയോളജി പറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റുകയില്ല. ഒരു തിയോളജി എനിക്ക് ഇതിൽ പറയാൻ പറ്റുകയില്ല. ഒരു പ്രസംഗ ശാസ്ത്രവും ഇതിനകത്തില്ല. ഇതൊരു ലൈഫാ. ഇതൊരു ലൈഫാ. ഈ ലൈഫിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കാരാഗ്രഹത്തിലിട്ടാലും കുണ്ടറയിൽ വലിച്ചെറിഞ്ഞാലും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും എന്തെല്ലാം അപവാദങ്ങളും കഥകളും മെനഞ്ഞാലും നിന്നെ നിന്റെ ശുശ്രൂഷയെ തീർത്തു കളയാൻ അവസരം കാത്തിരിക്കുന്നവർ എന്തെല്ലാം പദ്ധതികൾ അതിന്റെ പിറകിൽ ഒരുക്കിയാലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ, ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിൽ, ആർക്കും നിന്നെ ഒതുക്കുവാൻ കഴിയാത്ത നിലയിൽ, കാരാഗ്രഹത്തിൽ നീ ലീഡറാകുന്ന നിലയിൽ, രാജ്യത്തിന്റെ പ്രഥമ പരമോന്നതനത്തിലേക്ക് ദൈവം നിന്നെ നയിക്കത്തക്ക നിലയിൽ അവിടുത്തെ ഫേവർ എന്റെ മേൽ വെളിപ്പെടണമേ. ദൈവത്തിന്റെ ഫേവറുള്ള സഭയിൽ നിൽക്കുന്നത് ഒരു അനുഗ്രഹമാകണം. ദൈവത്തിന്റെ ഫേവറുള്ള ഒരു മനുഷ്യന്റെ ഒപ്പം നിൽക്കുന്നത് അനുഗ്രഹമാകണം. കാരണം അബ്രഹാമിന്റെ മേളിൽ വെളിപ്പെട്ട ഫേവർ അബ്രഹാം ഒറ്റയ്ക്കല്ല അനുഭവിച്ചത്. ദാവീദിന്റെ മേൽ വെളിപ്പെട്ട ഫേവർ ദാവീദ് ഒറ്റയ്ക്കല്ല അനുഭവിച്ചത്. ജോസഫിന്റെ മേളിൽ വെളിപ്പെട്ട ഫേവർ ഒരു രാജ്യത്തിലേക്ക് റിലീസായി. ജോസഫ് നിമിത്തം ഇസ്രായേലിന്റെ വീടിനെ അനുഗ്രഹിച്ചത് ഒരു രാജ്യം തന്നെ ബ്ലസ്ഡ് ആയി. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ മേളിൽ കിടക്കുന്ന ദൈവത്തിന്റെ അനുകൂലത നിന്റെ ഭവനത്തിലുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ, നിന്റെ കുടുംബത്തിലുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ, നിന്നോടൊപ്പം നിൽക്കുന്നവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ആ കൈകൾ ഉയർത്തി പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലം,
അതു നന്നായി അറിയുന്നു ഞാൻ. കമോൺ ഷിജിൻ. അതു നന്നായി അറിയുന്നു ഞാൻ. വളരെ ശാന്തമായി. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമെനിക്കനുകൂലം. കൈകൾ ഉയർത്തി പറഞ്ഞേ, അതു നന്നായി അറിയുന്നു ഞാൻ. മക്കളെ, ഇല്ലെങ്കിൽ ഇവിടം വരെ വരികയില്ല, അല്ലെങ്കിൽ ഇവിടം വരെ എത്തുകയില്ല. അതു മരണസംഖ്യകൾ ചെറുതല്ലായിരുന്നു, മഹാമാരികൾ ചെറുതല്ലായിരുന്നു, മനുഷ്യനും ലോകവും കടന്നുപോയ പ്രതിസന്ധികൾ ചെറുതല്ലായിരുന്നു. എല്ലായിടവും പ്രതിസന്ധികൾ തളം കെട്ടി നിൽക്കുമ്പോൾ, പല വീടുകളുടെ മുമ്പിൽ കരിങ്കൊടികൾ ഉയർത്തിക്കെട്ടിയപ്പോൾ, പലരുടെയും ജീവിതം പരാജയപ്പെട്ടു എന്ന് നീ കേട്ടപ്പോൾ, ഇവിടെ വന്ന് നിൽക്കുന്നതേ നിന്റെ ജീവിതത്തിൽ ഏതോ വലിയ പ്രാർത്ഥനയോ മറ്റൊന്നുമല്ല. ദൈവത്തിന് നിന്നോട് എന്തോ ഒരു ഫേവർ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ച ആഹാരം, ഞാൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ പാർക്കുന്ന ഭവനം, ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം, ഞാൻ ഉപയോഗിക്കുന്ന സകല നന്മകളും എന്റെ കർത്താവിന് എന്നോടുള്ള അനുകൂലതയാ, ദൈവത്തിന്റെ ഫേവറാ. എന്നെ സ്നേഹിക്കാൻ പലരെയും നീ എനിക്ക് ഒരുക്കി. അങ്ങേക്ക് എന്നോടുള്ള ഫേവറാ കർത്താവേ. ഞാൻ പോലും അറിയാതെ എന്നെ സഹായിക്കാൻ പലരെയും നീ എനിക്ക് വേണ്ടി ഒരുക്കി. പലരോടും നീ സംസാരിച്ചു. അപ്പാ, അങ്ങേക്ക് എന്നോടുള്ള ഫേവറാ കർത്താവേ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അനാഥ പെൺകൊച്ച് എന്തിനാ എന്റെ അപ്പനെ അമ്മയെ അങ്ങ് കൊണ്ടുപോയെന്ന് ചോദിച്ചില്ല. എന്നെ ഒരു അനാഥ പെൺകുട്ടിയാക്കി മാറ്റിയത് എന്തിനാന്ന് ചോദിച്ചില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആർക്കും കേറി വരാൻ കഴിയാത്ത പരമോന്നതമായ പദവിയിലേക്ക് സ്വർഗം അവളെ ഷിഫ്റ്റ് ചെയ്യുക. അധികാരത്തിന്റെ വടി അവളുടെ കരത്തിൽ ഏൽപ്പിക്കുക. മാന്യതയുടെ കിരീടം അവളുടെ ശിരസിൽ വെക്കുക. അവളുടെ പഴകിയ വസ്ത്രങ്ങൾ മാറ്റി രാജ്ഞിയുടെ രാജകീയ വസ്ത്രം അവൾ ധരിക്കുകയാ. അവളുടെ വാക്കിൽ പോലും ഇനി അധികാരത്തിന്റെ ശബ്ദമാണ്. മക്കളെ, ഞാൻ ഇവിടെ എല്ലാം കാണുന്നത് ദൈവത്തിന്റെ പ്രസാദം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, സാധാരണ ഒരു മനുഷ്യൻ 100 കൊല്ലം കഷ്ടപ്പെട്ടാൽ നേടിയെടുക്കാൻ കഴിയാത്തത് ഫേവർ ഉള്ളവന്റെ മേളിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് വരികയാണ്. 100 വർഷം കൊണ്ട് ഒരു മനുഷ്യായുസ് മുഴുവൻ തലയും കുത്തി നിന്നാലും ലഭിക്കാത്തത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു വ്യക്തിയിലേക്ക് റിലീസായി വരികയാണ്. അതിനകത്ത് കയറി നിൽക്കാൻ, ആ ദൈവത്തെ സേവിക്കാൻ താല്പര്യമുള്ളവരെ കൈകളൊന്ന് അടിച്ച് ഇന്ന് രാത്രിയിൽ ഈ വരികളൊന്ന് ചേർന്ന് പാടിയേ, അതരങ്ങൾ തുറന്ന് പാടിയേ, ശബ്ദം ഉയർത്തി. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ജോസഫ് ചോദിക്കുകയാണ്,
എന്താ സ്വർഗത്തിലെ ദൈവമേ ഈ പൊട്ടക്കിണർ? എന്താ ഈ കാരാഗ്രഹം? സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ പൊട്ടക്കിണറില്ലാതെ, ഈ കാരാഗ്രഹമില്ലാതെ എനിക്ക് നിന്നെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയുകയില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും, അബ്രഹാമേ എന്താ നിന്റെ ജീവിതത്തിലെ ഈ വെല്ലുവിളി? എന്താ നിന്റെ മകനെ യാഗം കഴിക്കുവാൻ ചോദിക്കുന്ന വെല്ലുവിളി? ദൈവം പറയുന്നു, ഈ വെല്ലുവിളിയില്ലാതെ എനിക്ക് നിന്നെ വിശ്വാസികളുടെ പിതാവാക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ വെല്ലുവിളികൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? എന്താ എസ്തേറേ നിന്റെ ജീവിതത്തിൽ ഈ വെല്ലുവിളി? സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുണ്ട്, ഈ വെല്ലുവിളിയില്ലാതെ ആരോരുമില്ലാത്തവളെ എനിക്ക് എല്ലാം ആക്കി തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തെളിയിക്കുവാൻ കഴിയില്ല. ദാവീദേ എന്താ നിനക്ക് ഈ വെല്ലുവിളി? കാട്ടിനകത്ത്, വീട്ടിനകത്ത്, നാട്ടുകാരുടെ മുൻപിൽ നിനക്ക് ഈ വെല്ലുവിളി. മോനെ വേറൊന്നിനുമല്ലടാ, എനിക്ക് നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം ഒന്ന് തെളിയിക്കണം. എനിക്ക് നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം ഒന്ന് തെളിയിക്കണം. പാടിക്കോ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മാറിയിരുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മാറിയിരുന്നു ഞാൻ. ദൈവമെനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ഓ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ഓ പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കാൻ ഓ ഇല്ല ഞാൻ, എന്റെ നന്മയ്ക്കായി. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാമോ? Realm of your grace, the realm of your glory. ആ തീരുമാനം മറ്റൊന്നല്ല. രാജാവ് മദ്യം മുൻപിൽ വെച്ച് നീട്ടുമ്പോൾ പാപം ചെയ്യുവാനുള്ള, മട്ടുവലിച്ചു കുടിക്കാനുള്ള അവസരം, രാജാവിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ ഉള്ള അവസരം കിട്ടുമ്പോഴും നോ, എനിക്കിത് വേണ്ട, എന്നെ കാണുന്നൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തോട് ബൈബിൾ പറഞ്ഞ് നീ മാറി നിൽക്കാവോ? നിന്റെ മേളിൽ വെളിപ്പെടുന്ന ഫേവർ ലോകം കാണും. വ്യഭിചാരം ചെയ്യരുതെന്ന ന്യായപ്രമാണം കിട്ടിയിട്ടില്ലാത്ത കാലത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിൾ വചനം എഴുതി കിട്ടിയിട്ടില്ലാത്ത കാലത്ത്, ശരിയേത് തെറ്റേതെന്ന് ദൈവം അറിയിച്ചിട്ടില്ലാത്ത കാലത്ത്, സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ കിടപ്പ് മുറിയിലേക്ക് ജോസഫിനെ വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഓടുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടോ? ആ ഓട്ടം അവൾക്ക് മീതെ വളരാനായിരുന്നു. ജോസഫ് അവൾക്ക് മീതെയായി. നിന്റെ രഹസ്യ ജീവിതം, നിന്റെ പേഴ്സണൽ ലൈഫ്, നിന്റെ പ്രൈവറ്റ് ലൈഫ് വാച്ച് ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിന്റെ കമ്മിറ്റ്മെന്റുകൾ, നിന്റെ പ്രാർത്ഥന, നീ കൊടുക്കുന്നത്, നീ സംസാരിക്കുന്നത്, ഇതിനെ വാച്ച് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് മുൻപിൽ നിന്റെ വിശ്വസ്തത നീ പ്രൂവ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ഫേവർ നിന്നിൽ വെളിപ്പെടുന്നത്. ഇന്നത്തെ മെസ്സേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ മുൻപാകെ നിന്റെ വിശ്വസ്തത നീ തെളിയിക്കുമ്പോഴാണ്, നീ പ്രൂവ് ചെയ്യുമ്പോഴാണ്, നിന്റെ ജീവിതം കൊണ്ട് നീ വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന്റെ അനുകൂലത
നിന്നിൽ വെളിപ്പെടുന്നത് ലോകം കാണുന്നത്. ജീസസ്. വീടും നാടും ഊരും എല്ലാം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കാൽച്ചുവട് വെച്ച മനുഷ്യനാണ് അബ്രഹാം. നിന്റെ ഏക മകനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നൊന്ത് പ്രസവിച്ച സാറായോട് അനുവാദം ചോദിക്കാത്തവനാണ് അബ്രഹാം. ആ മകനെ കൊണ്ട് മോറിയ മല ചവിട്ടിക്കേറുവാൻ മടിയില്ലാത്തവനായിരുന്നു അബ്രഹാം. വിറകുകളെ അടുക്കി കിടത്തി കുഞ്ഞിനെ എടുത്ത് വിറകിന്റെ മേളിൽ കിടത്തി കൈകാലുകൾ കെട്ടി കത്തിയൂരി കുഞ്ഞിന്റെ മാറു വിളർന്ന് യാഗം കഴിക്കാൻ തെല്ലും മടിയില്ലാത്തവനായിരുന്നു അബ്രഹാം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമെന്ന് പറയുമ്പോൾ, അയ്യോ എനിക്ക് വയ്യ അപവാദം എല്ലാം കൂടെ കേൾക്കാൻ. എനിക്ക് മേലെ നാളെ നാട്ടുകാര് പറയുന്ന കല്യാണം കഴിക്കാത്ത ഞാൻ ഗർഭവതിയാകുമ്പോൾ നാട്ടുകാര് നാളെ പറയുന്ന അപവാദം ഒന്നും കേൾക്കാൻ എനിക്ക് മേല എന്നല്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. നിന്റെ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്, നിന്റെ പേഴ്സണൽ ഡിസിഷൻ, നിന്റെ പേഴ്സണൽ ലൈഫ്, നിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്നതിന് കാരണമാകും. ആ കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, വിശുദ്ധനായവനെ, യു ആർ ഹോളി, എന്നെ വിശുദ്ധീകരിക്കണമേ. ആ വിശുദ്ധ ജീവിതത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്താട്ടെ. വിശുദ്ധ ജീവിതത്തിന് ഒരു വലിയ പ്രാധാന്യത കൊടുത്താട്ടെ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. You are holy, holy, you are holy, holy, you are holy, holy, you are holy. ബൈബിൾ പറയുന്നു, ദാനിയേൽ തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു, at any cost ഞാൻ എന്റെ ദൈവത്തിനായും അവന്റെ നാമത്തിനായും വചനത്തിനായും നിൽക്കും. ദൈവം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിൽ ഇവനെ മാനിക്കാൻ. ജോസഫ് തീരുമാനിച്ചു, at any cost ജയിലിൽ പോണ്ടി വന്നാലും ഇനി എന്തൊക്കെ കള്ളക്കഥ എനിക്കെതിരെ ഉണ്ടാക്കിയാലും ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും. ദൈവം തീരുമാനിച്ചു, അങ്ങനെയാണ് നിന്നെ രാജ്യത്തിലെ നമ്പർ 1 ആക്കാൻ. എന്റെ വിശ്വസ്തത എനിക്ക് തെളിയിക്കാനുള്ളത് ഒരു അഭിനയമല്ല, മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുൻപാകെയാണ്. ദൈവത്തിന്റെ മുൻപാകെ നിന്റെ ജീവിതം പല മേഖലകളിൽ തെളിയിക്കപ്പെടുമ്പോൾ ദൈവം നിന്റെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ തെളിയിക്കും, കുഞ്ഞെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. എത്രയെത്ര അനുഭവങ്ങൾ ടിനു ജോർജ് ബ്രാസിന് പങ്കുവെക്കാനുണ്ടെന്ന് അറിയാം. ലോകം മുഴുവൻ നിന്നെ തോപ്പിക്കാൻ ശ്രമിച്ചാലും, ലോകം മുഴുവൻ നിന്നെ തകർക്കാൻ നോക്കിയാലും, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണോ? ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണോ? Nobody can stop you. Nobody can pull down you. Nobody can break you. You are holy. ആ കൈകളെ ഉയർത്തി, You are holy, holy, You are holy, holy, You are holy, You are holy. അപ്പൊ അങ്ങയുടെ ഫേവർ ഞങ്ങളുടെ സഭയിൽ നിന്ന് പോവല്ലേ. ആരൊക്കെ ഞങ്ങളെ വിട്ടുപോയാലും, ആരൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നാലും കൂടെ നിന്നില്ലേ, അവിടുത്തെ ഫേവർ ഞങ്ങളുടെ സഭയെ വിട്ടുപോകും. ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിലും പണമില്ലേലും, ലോകം ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലേലും, അവിടുത്തെ ഫേവർ ഞങ്ങളെ വിട്ടുപോകല്ലേ. ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും സ്വർഗ്ഗം തൊടുന്നതിനായി നന്ദി.
അതെ, ഞാൻ സിയോനോട് കരുണ കാണിക്കുന്ന സമയം വന്നിരിക്കുന്നു. എന്റെ ഫേവർ വെളിപ്പെടുന്ന സെറ്റ് ടൈം, ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം വന്നിരിക്കുന്നു. എന്റെ ഫേവർ അവളിൽ റിലീസ് ആക്കുവാൻ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സെറ്റ് ടൈം. ദൈവസഭയും ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ ടൈം സോണിലോട്ട് കയറാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള